പ്രണയിക്കാൻ മനസ്സ് മാത്രം പോരെ ബ്രോ, അത് പറയാനുള്ള ധൈര്യം കൂടി വേണം. മനസ്സിന് ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ബ്രോ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്? ഒരു പെണ്ണ് അവളുടെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറഞ്ഞില്ലെങ്കിലേ അതിന് 100 കാരണങ്ങളുണ്ടാവും. പക്ഷെ ഒരു ആണൊരുത്തം തുറന്നു പറഞ്ഞില്ലെങ്കിലേ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവന് തൻ്റെ ഇടമില്ലെന്ന്. കല്യാണിയോടുള്ള പ്രേമം സ്വന്തം അമ്മയോട് പറയാനുള്ള ധൈര്യം ഇനിയും നീ കാണിച്ചില്ലെങ്കിൽ കല്യാണി ആ ചന്ദ്രനെ കെട്ടി മുംബൈക്ക് പോകും, അത് ഉറപ്പാ. ഞാൻ ഈ കളി വിട്ടു. എനിക്ക് വയ്യ ഇവനെ പോലെയുള്ളൊരു ഭീരുവിന്റെ പ്രേമത്തിന് കൂട്ടുനിൽക്കാൻ. ബ്രോ, ജീവിതത്തിൽ ഒരാളെങ്കിലും പ്രണയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മനസ്സുകൊണ്ട് പ്രണയിച്ചത് കിട്ടാതെ പോയാലേ അതെന്നോ ഒരു തീരാവേദനയായിട്ട് ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്തെ ബ്രോ എന്ത് പറഞ്ഞിട്ടാ വന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്നിട്ടെന്താ വരുന്ന വഴിക്ക് ആ ധൈര്യം അങ്ങ് ചോർന്നു പോയത്? ഏതായാലും ഇന്നൊരു കാര്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റും. എല്ലാ കാര്യത്തിലും ബ്രോ എൻ്റെ ഒരു റോൾ മോഡലാണ്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് ബ്രോയുടെ സഹതാപം മാത്രമേ ഉള്ളൂ. I pity you, bro. I'm sorry. മോദി വിചാരണ മോർ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണല്ലോ നിന്റെയൊക്കെ സംസാരം കേട്ടാ. ഞാൻ അമ്മയോട് അങ്ങനെ പറയാനുള്ള സാഹചര്യം അറിയോ നിങ്ങൾക്ക്? ഇല്ല. അതറിയാതെ ഇങ്ങനെ സംസാരിക്കരുത്. ഞാൻ കല്യാണി ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടി തന്നെയാ ഈ വീട്ടിലേക്ക് വന്നത്. പക്ഷെ എന്റെ പിന്നാലെ കല്യാണി ഇവിടെ എത്തിയിരുന്നു. വലിയ കുഞ്ഞു മാഡത്തോട് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന്റെ അടുത്ത നിമിഷം ഞാൻ ഈ വീട് വിട്ടിറങ്ങും, എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ. കല്യാണി അറുത്ത് മുറിച്ച് അങ്ങനെ പറയുമ്പോ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അമ്മയോട് കല്യാണി എനിക്ക് ഇഷ്ടമാണെന്ന്? പറയടാ, പറയാൻ. നീ എന്താ സൂക്ഷിച്ചു നോക്കണേ? ഏയ് ഒന്നുമില്ല. അച്ഛന്റെ മുഖത്തുള്ള സന്തോഷം ചേച്ചിയുടെ മുഖത്തും ഉണ്ടോന്ന് നോക്കിയതാ. എനിക്കറിയാം വല്യുങ്ങിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച ചേച്ചിയാണെന്ന്. വല്യുങ്ങിന് ചേച്ചിയെ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ ചേച്ചിക്ക്? ചേച്ചി വ്രതം ഇരുന്ന 3 ദിവസം വല്യുങ്ങി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പട്ടിണി കിടക്കായിരുന്നു അവിടെ. അറിയോ ചേച്ചിക്ക്? നീ സത്യമാണോ പറയണേ? വല്യുഞ്ഞ് 3 ദിവസം പട്ടിണി കിടന്നു? അതെ, വല്യുഞ്ഞ് അവിടെ ബോധം കെട്ടി വീണിട്ട് ഡോക്ടർ വരെ വന്നിട്ടാ പോയത്. ചേച്ചി പുറത്ത് വ്രതം ഇരുന്നപ്പോ വല്യുഞ്ഞ് വീട്ടിനകത്ത് ആരും അറിയാതെ വ്രതം ഇരിക്കുകയായിരുന്നു. സ്വഭാവം എപ്പോഴും ഒരേപോലെ ഇരിക്കണമെന്നില്ല, മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ചന്ദ്ര, നീ ഒന്ന് പതുക്കെ പറ. ചന്ദ്രേട്ടാ, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കേ. വെറുതെ കിടന്ന് അലറരുതേ. എടാ ചന്ദ്ര, നീ എന്തിനാ ഇങ്ങനെ വയലന്റ് ആവുന്നത്? നമുക്കെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ ഇത്ര ബുദ്ധിമുട്ട് നിനക്ക് വിശ്വസിക്കാൻ? ഏതായാലും കല്യാണിക്ക് ഇതുവരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ, അതുപോലെ ചന്ദ്രേട്ടനെ ആശ്വസിക്കാൻ. ഇനിയെങ്കിലും ഇങ്ങനെ ഓരോന്നെടുത്ത് എറിയരുത്. നോക്ക്, നിന്റെയും കല്യാണിയുടെയും ശാദി ഉറപ്പായിട്ട് ഈ ആന്റി നടത്തിത്തരും, അത് വാക്കാ. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? സത്യപ്രമാണ വ്രതം ഇരുന്ന് കല്യാണി വരം വാങ്ങിയതല്ലേ ഈ കല്യാണം നടക്കണമെന്ന്. ഇനി ആ ദൈവം തമ്പുരാൻ വിചാരിച്ച പോലെ ഇത് മുടങ്ങാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം നീ എനിക്ക് ഉറപ്പു തരണം. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് മുംബൈയിലേക്ക് പോയാ പിന്നെ കല്യാണിയെ ഒരു കാരണവശാലും ഈ തൃച്ചംബരത്ത് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നേക്കരുത്. അതെനിക്ക് ഉറപ്പ് കിട്ടിയേ പറ്റൂ. അത് ഞാൻ ഏറ്റവും കല്യാണി മുംബൈക്ക് കൊണ്ടുപോയാ പിന്നെ ആന്റിജിക്ക് കല്യാണി ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതാ സിറ്റുവേഷൻ. എന്ന് പറഞ്ഞ അതല്ല ആന്റി, ആന്റിജി പറഞ്ഞ പോലെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞതാ. ആ, അത്രേ ഉള്ളോ? ഓ, ഞാൻ വേറെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു പോയി. എന്നാ ആന്റിക്ക് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ചന്ദ്രേട്ടൻ പൊന്നു പോലത്തെ ചേട്ടനാ, നമ്മൾ പറയുന്ന പോലെ ചെയ്യൂ. ആ,
അല്ല കല്യാണി, അതെ, ഈ ആഹാരം ഈ വീട്ടിലെ ജോലിക്കാരായിട്ട് കൊണ്ടുവന്നാണോ അതോ ബ്രോയുടെ പെണ്ണായിട്ട് കൊണ്ടുവന്നാണോ? അല്ല, അതൊന്നും അറിഞ്ഞാ കൊള്ളായിരുന്നേ. ജോലിക്കാരിയായിട്ട്. നശിപ്പിച്ചു. വെരി ബാഡ്. എന്നാ പിന്നെ ഇത് കൂടെ കൊണ്ടുപോയിക്കോ. ഇവന്റെ ബ്രോയ്ക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞു. പിടിക്കേ. ആ, താങ്ക്സ്. ഗുഡ് നൈറ്റ്. ബ്രോ. അല്ലേ, ഇത് എന്തോന്നാ ഈ കാണുന്നേ? അല്ല, ഈ അസമയത്ത് നീ ആഹാരം കൊണ്ട് മുകളിലേക്ക് പോയത് ആർക്കാ? പറയടി, പറയാൻ. ചോദിച്ചത് കേട്ടില്ലേടി? ആർക്കാ ആഹാരം കൊണ്ട് പോയെന്ന്? ദേ, നീ പറയുന്നോ അതോ ഞങ്ങൾ പറയിപ്പിക്കണോ? അല്ലെങ്കിൽ തന്നെ ഇന്ന് ഇവളിവിടെ ജോലിക്ക് വന്നില്ലല്ലോ, പിന്നെ ഈ രാത്രിയിൽ ഇവളെങ്ങനെ ഇവിടെ വന്നു? പറയടി അങ്ങോട്ട്. എന്താ ഇവിടെ? എന്താ ബഹളം? എന്താ ഇത്? ചേച്ചി, ബഹളമൊന്നും ഇല്ല. കല്യാണി ഈ അസമയത്ത് മുകളിലേക്ക് ആഹാരവുമായിട്ട് പോയത് ആർക്കാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേക്കും ദേ ഇതങ്ങ് താഴെയിട്ട് കളഞ്ഞു. ആർക്കാ കല്യാണി ഫുഡുമായിട്ട് അങ്ങോട്ട് പോയത്? കല്യാണി, ധൈര്യമായിട്ട് പറ, ആർക്കാ നീ ആഹാരമായിട്ട് മുകളിലേക്ക് പോയത്? ചേച്ചി, ഇവൾക്ക് എന്തോ ഒളിപ്പിക്കാനുണ്ട്. അതാ നമ്മള് മാറി മാറി ചോദിച്ചിട്ട് ഇവള് വാ തുറക്കാത്തത്. നീ ആർക്കാ ആഹാരമായി പോയെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. എന്തിനു പഠിക്കുന്നു? ആർക്കാ ആഹാരമായി പോയതെന്ന് പറ. കല്യാണി പറയാൻ പറഞ്ഞില്ലേ നീ ആർക്കാണ് മുകളിലേക്ക് ആഹാരവുമായിട്ട് പോയതെന്ന്? അത് മാഡം, ആ ആഹാരം എനിക്കുള്ളതാ. എന്തിനാ കല്യാണി നീ ഇങ്ങനെ മടിക്കുന്നത്? അതെനിക്കാണെന്നങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പം? നീ ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞോ? അത് മുകളിലേക്ക്. അതെ ആൻറ്റി, മുകളിലെ ബാൽക്കണിയിലിരുന്ന് നിലാവട്ടത്ത് അത്താഴം കഴിക്കണമെന്നൊരു കൊതി തോന്നി. അതാ കല്യാണിയോട് അത്താഴവുമായി മുകളിലേക്ക് വരാൻ പറഞ്ഞത്. ഇത്രയും നേരം കാത്തിരുന്നിട്ടും കാണാത്തതുകൊണ്ടാ താഴോട്ട് ഇറങ്ങി വന്നത്. അയ്യോ, നിലാവട്ടത്തിൽ ചോറ് തിന്നാലും മതി. കല്യാണി മാഡം, ചന്ദ്രന് വേണ്ടിയാണ് അത്താഴവുമായിട്ട് പോയതെന്ന് പറഞ്ഞൂടായിരുന്നു നിനക്ക്? എന്താ എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്റെ മജു, നീ ഞങ്ങൾ പറഞ്ഞിട്ട് മിണ്ടാ നിൽക്കേ. എല്ലാം നിനക്ക് വേണ്ടിട്ടാ. ബ്രോ, ഇപ്പൊ ദൂരെ നിന്നെങ്കിലും ഒരു നോക്ക് കാണാൻ കൊതിച്ചേ. കല്യാണി ബാൽക്കണിയിലേക്ക് ഇവിടേക്കും തിരിഞ്ഞു നോക്കും. പക്ഷെ കല്യാണി അപ്പൊ ബ്രോയെ കാണരുത്. അതാ ഞങ്ങൾ പിടിച്ചു മാറ്റിയത്. ബ്രോ, കാണാൻ കൊതിച്ച ആളെ കാണാതിരിക്കുമ്പോഴുള്ള വേദന, കണ്ടിട്ടും മിണ്ടാതെ പോകുമ്പോഴുള്ള നൊമ്പരം, ഇതൊക്കെ കല്യാണി അറിയണം. ബ്രോയുടെ മൗനം കല്യാണിയെ മുറിവേൽപ്പിക്കണം. എന്നാലല്ലേ മനസ്സിലുള്ള പ്രണയം പുറത്തു വരൂ. അതേ മച്ചു, നെഞ്ചിലൊരു നീറ്റൽ സൃഷ്ടിക്കാതെ ഒരു പ്രണയവും കടന്നു വന്നിട്ടുമില്ല, ഇറങ്ങി പോയിട്ടുമില്ല. ഇനി അധികം വൈകാതെ തന്നെ അവളുടെ പ്രണയം നിന്നെ തേടി വരും. ഈ ആനന്ദ് കല്യാണി വിഷയത്തില് സുബ്ബണ്ണം കൂടി ജോയിൻ ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി നായിക കല്യാണിദാസിനെ ഒന്ന് കണ്ടാലോ? ഡെഫിനറ്റ്ലി. വെറുതെ കണ്ടാ പോരെ, കല്യാണിയുടെ ഓരോ നീക്കങ്ങളും അറിയണം. എന്നാലേ നന്നായി മനസ്സിലാക്കാൻ പറ്റൂ. നോ പ്രോബ്ലം. കല്യാണി എത്താനുള്ള സമയമായി. നമുക്ക് നോക്കിയാളെ. വാ.
ഉള്ളിലൊളിപ്പിച്ച തീവ്രാനുരാഗത്തെ മറനീക്കി കൊണ്ടുവരാനുള്ള പരീക്ഷണത്തിന്റെ 1ാം ഘട്ടം നടക്കപ്പോ. ബ്രോ അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും. സംഭവഗതികൾ ഇനിയും വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. ചായയുടെ അവസരം പോയെങ്കിലേ ഇപ്പൊ ഡൈനിങ് ടേബിളിൽ ബ്രോയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ച് ബ്രോയെ കാത്തിരിക്കുന്ന കല്യാണിയെ പ്രതീക്ഷിക്കാം. എന്തേ ചെയ്യുന്നേ? വല്യുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു കൊടുക്കാനാ? നീ പോണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ കൊണ്ടു കൊടുത്താൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. കല്യാണി, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. നീ പോയി ആ മലക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്ക്. പക്ഷെ ഇതിവിടെ അവസാനിക്കില്ല. ഇപ്പൊ നോക്കിക്കോ, കല്യാണി വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി ബ്രോയെ കാണാൻ വേണ്ടി മുറിയിലേക്ക് വരും. ഉറപ്പാ. ഷുവറാണോ? ഡെഡ് ഷുവർ. നമുക്കേ മുറിയിൽ അല്പം വെയിറ്റ് ചെയ്താലേ കല്യാണി ഇങ്ങ് എത്തും. വാ അണ വാ. എന്തത് കല്യാണി? പുതിനറ്റി. ഓ, ബ്രോയുടെ കൂട്ടുകാരൻ വന്നെന്ന് പറഞ്ഞിട്ട് പുതിന ടീ ആയിട്ട് വന്നാണല്ലേ. ആ കല്യാണി, ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് സുബ്ബണ്ണന്ന് ഞാൻ വിളിക്കുന്ന സുബ്രഹ്മണ്യൻ. സുബ്ബണ്ണനും ശബരി ബ്രോയൊക്കെ ആനന്ദ് കൃഷ്ണന്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. സ്കൂളില് എന്റെ ജസ്റ്റ് സീനിയേഴ്സ്. ആ സുബ്ബണ്ണ, ഇത് കല്യാണി. കല്യാണി ആരാന്നൊക്കെ ചോദിച്ചാ വേണമെങ്കിൽ ഭാവി ഏട്ടത്തിയമ്മ എന്നൊക്കെ പറയാം. ആ ചായ വാങ്ങി കുടിക്കും. അയ്യോ, എനിക്ക് പുതിന ടീ ഒന്നും വേണ്ട, മായ കഴിക്കും. അയ്യോ, വാ കഴിക്കുന്നു. അല്ല വലിയ കുഞ്ഞിന്. അയ്യോ, അത് പറയാൻ മറന്നു. വലിയ കുഞ്ഞ് പുതിന ടീ ഇന്നലത്തോടെ നിർത്തി. അതറിഞ്ഞില്ലേ? എന്താ സുബ്ബണ്ണൻ ചോദിച്ചേ? നമ്മുടെ ലോഗോ കണ്ണുകളുടെ ഫ്രെയിമുകൾ എടുത്ത് മാറ്റണമെന്നോ? പിന്നെ അത് ഉടൻ വേണം. ബ്രോ പറഞ്ഞതേ അത് ഉടനെ തന്നെ മാറ്റണമെന്നാ. നമുക്കേ പുതിയ വല്ല കണ്ണുകളുടെ പടം എടുത്ത് നോക്കാം. ഗൂഗിൾ സെർച്ച് ചെയ്യേ. ഇത് വല്യുവിന്റെ ഫോട്ടോ ആണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? ചേച്ചിയുടെ കയ്യിലിരുന്നായിരിക്കും. എന്റെ കയ്യിൽ കിട്ടിയത് ഭാഗ്യം. ഇത് അച്ഛന്റെ കയ്യിൽ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഇത് മതി അടുത്ത വഴക്കിന്. നീ എന്താ വന്ന് കയറിയതേ ഉള്ളോ? വന്ന് ബാഗ് ഇങ്ങോട്ട് വെച്ചതേ ഉള്ളൂ അച്ഛാ. എന്നാ പിന്നെ യൂണിഫോം ഊരിയിട്ട് നിന്നൂടെ, വെറുതെ എടുക്കാക്കാതെ. ശരി. ഞാൻ വരാൻ പറഞ്ഞത് നിന്റെയും ചന്ദ്രപ്രതാപിന്റെയും വെഡിങ് കാർഡിൽ അച്ചടിക്കാൻ നിന്റെ ഒരു ഫോട്ടോ വേണോന്ന് പറയാനാ. ഫോട്ടോകൾ കുഴപ്പമില്ല. ഇതെന്ന് തന്നെ പ്രസ്സിൽ കൊണ്ടു കൊടുക്കണം. കല്യാണത്തിന് ഇനി അധികം നാളൊന്നുമില്ല. നോ പ്രോബ്ലം ആന്റി. ഫോട്ടോ ഇപ്പൊ തന്നെ ഞാൻ പ്രസ് കൊണ്ടുപോയി കൊടുത്തോളാം. അത് വേണ്ട, വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാം. സുജാത, ആ സേവ്യറിനെ വിളിക്കൂ. ശരി മാഡം. വേണ്ട ആന്റി, മേ ഹൂനാ.
ഞാൻ കൊണ്ടു കൊടുക്കാം. ഇരുന്നാട്ടെ, പറഞ്ഞോളൂ. ഇൻവിറ്റേഷൻ ആണോ? വെഡിങ് കാർഡാ. ആ, മാറ്ററൊക്കെ ഇവിടെ അറിയാമെന്ന് അഖില മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓ, തൃച്ചംബരത്തിൽ നിന്നാണെന്ന് അറിഞ്ഞില്ല കേട്ടോ. ആ സാറ് ഫോട്ടോ കൊണ്ടുവന്നായിരിക്കും അല്ലേ? അതെ. ആ. ദാ. എന്താ ഫോട്ടോ മാറ്റണോ? സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ചോദിച്ചെന്നുള്ളൂ. വേണ്ട സാർ, ഇത് മതി. നല്ല ഫോട്ടോകളാ. അപ്പൊ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട. കാർഡ് നല്ല കളർഫുൾ ആയിക്കോട്ടെ. കല്യാണത്തിന് ഇനി അധികം സമയമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കാർഡ് കിട്ടണം. അതിനെന്താ, ഇപ്പൊ തന്നെ പണി തുടങ്ങാം. ഫോട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മാറ്റർ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക. എന്നാ പിന്നെ ഓക്കെ. ആ, പണി നടക്കട്ടെ. ഓക്കെ, ശരി. എന്താ ബ്രോ ഇത്? കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, കുറച്ച് നാളുകൂടി വെയിറ്റ് ചെയ്താൽ മതി. എല്ലാം ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. അതിന്റെ ഇടയിൽ അല്ലടാ, അവൾ ഒരുപാട് വിഷമിച്ചാ പോയത്. ഒരു ആശ്വാസമാവട്ടെ എന്ന് കരുതി. അതിനെന്താ, ഞാൻ സംസാരിക്കല്ലോ. ഹലോ വലിയ വലിയ കുഞ്ഞല്ല, അനിയൻ കുഞ്ഞ. എന്തു പറ്റി കല്യാണി? ആള് മാറിയപ്പോ ഒരു മൗനം. അത് അനിയൻ കുഞ്ഞെ, വലിയ കയ്യിലേക്ക് ഒന്ന് ഫോൺ കൊടുക്കോ? അതിനെന്താ, കൊടുക്കാലോ. കല്യാണി പറഞ്ഞാ ഞാൻ കൊടുക്കാതിരിക്കോ? അല്ല, ബ്രോയുടെ എന്തു പറയാനാ? ആ മനസ്സിനുള്ള ഇഷ്ടം തുറന്നു പറയാനല്ലേ? പറ, അതിനല്ലേ? അതിനാണെങ്കിൽ ഞാൻ ഇപ്പൊ ബ്രോയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. ആന്റി ചോദിക്കാം. അങ്ങോട്ട്. എന്താ വിലാസിനി? അതൊന്നുമില്ല ഏട്ടാ. കല്യാണ ലെറ്റർ എപ്പ കിട്ടുമെന്ന് അറിയാനാ ഇവൻ ഈ വെപ്രാളം കാണിക്കുന്നത്. അല്ലെങ്കിലേ കല്യാണത്തിന് ഇനി അധികം ദിവസമൊന്നും ഇല്ലല്ലോ. എനിക്ക് മുംബൈയിലെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. ആയിക്കോട്ടെ, ലെറ്ററൊക്കെ അടിച്ചു കഴിഞ്ഞു. ദാസേട്ടൻ എടുക്കാൻ പോയിരിക്കുക. വൈകാതെ ദാസേട്ടൻ കത്തുമായിട്ട് വരും. അപ്പം നോക്കാം. സർ, ചായ. നമസ്കാരം സാർ. നമസ്കാരം മാഡം. ആ, ജോത്സരോ, വരൂ, ഇരിക്കൂ. കല്യാണി, ചായ. ഇതെങ്ങനെ സംഭവിക്കും? ഈ ജാതകന്റെ കല്യാണം കഴിഞ്ഞതായിട്ടാണല്ലോ കാണുന്നത്. അയ്യോ,
മാഡം ലെറ്റർ അടിച്ചു കിട്ടി. ആ വെരി ഗുഡ്. എങ്ങനെയുണ്ട് ദാസേ? ലേഔട്ടും ഫോട്ടോയൊക്കെ സ്റ്റൈലായിട്ടുണ്ടല്ലോ. നോക്കിയില്ല സർ. എന്റെ മോളുടെ കല്യാണ ലെറ്റർ ആദ്യം മാഡം നോക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് കെട്ടോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. ശരി ശരി കല്യാണി, അത് വാങ്ങി പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്ക്. കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ. ദീപാരാധന കഴിഞ്ഞിട്ട് പൊട്ടിച്ചു നോക്കാം. ശരി മാഡം. ശരി സർ. ദിവസം തുടർച്ചയായി നടത്താൻ നിശ്ചയിച്ചിരുന്ന ബാങ്ക് തൊഴിലാളി സമരം ഒത്തുതീർപ്പായി. യൂണിയൻ പ്രവർത്തനത്തിന് 41 പേരുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ചർച്ചയിൽ തീരുമാനമായതിനെ തുടർന്നാണ് തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചത്. കൂടത്തായി കൊലപാതക പരമ്പരയിൽ പ്രോസിക്യൂഷന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് നിയമവിദഗ്ധർ വ്യക്തമാക്കി. കുറ്റകൃത്യങ്ങളുടെ കാലപ്പഴക്കവും തെളിവുകളുടെ ലഭ്യതക്കുറവും പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമ ആനന്ദ് കൃഷ്ണനും ബ്രാൻഡ് അംബാസിഡർ കല്യാണി ദാസിനും രഹസ്യ വിവാഹം നടക്കാൻ പോകുന്നതായാണ് വാർത്ത. കല്യാണിയുടെയും ആനന്ദിന്റെയും ഫോട്ടോ പതിച്ച കല്യാണ കാർഡിലൂടെയാണ് ഈ വിവരം പുറത്താകുന്നത്. പ്രസ്തുത വിവരങ്ങളുടെ വിശദീകരണത്തിനായി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ ഞങ്ങളുടെ ലേഖകൻ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ സാധ്യമായിട്ടില്ല. ചേച്ചി, എന്റെ അഖിലേച്ചി, ചേച്ചി ഒന്ന് ഓടി വായോ. എന്താ എന്തിനാ നീ ഇങ്ങനെ എടുത്ത് വിളിക്കുന്നേ? അയ്യോ പോയി ചേച്ചി, എല്ലാം പോയി. തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനവും എല്ലാം പോയി. ആകെ നാണക്കേടായി. നിനക്ക് എന്തു പറ്റി? എന്ത് നാണക്കേടിന്റെ കാര്യമാണ് നീ പറയുന്നത്? പറയിലൊക്കെ പിന്നെ. ആദ്യം ആ TV ഒന്ന് ഓൺ ചെയ്യാൻ പറ്റോ? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? അതിനും വേണ്ടി എന്ത് കാര്യമാ ടിവിയില്? അയ്യോ ആദ്യം TV വെക്ക്. എന്ത് കാര്യമാണെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വെച്ചു തരാം. ഈ റിമോട്ട് എവിടെ പോയി? ആവശ്യത്തിന് നോക്കിയാ ഒന്നും കാണില്ല. ആ കിട്ടിപ്പോയി. ആ ശരിയാക്കി തരാടി. തൃച്ചംബരത്തെ ഡ്രൈവർ ചന്ദ്രദാസിന്റെ മകളാണ് ഈ കല്യാണി ദാസ്. മാസങ്ങൾക്ക് മുൻപ് ആനന്ദ് കൃഷ്ണന്റെ കല്യാണം വിവാഹ മണ്ഡപത്തിൽ വെച്ച് മുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇത്തവണ ആനന്ദ് കൃഷ്ണന്റെയും കല്യാണിയുടെയും വിവാഹം വളരെ രഹസ്യ സ്വഭാവത്തിൽ അടുത്ത ബന്ധുക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ സൗത്ത് ഇന്ത്യയിലെ മികച്ച യങ് ബിസിനസ്മാൻ അവാർഡ് ആനന്ദ് കൃഷ്ണനായിരുന്നു. ഒപ്പം തന്നെ മികച്ച ബ്രാൻഡ് അംബാസിഡർ അവാർഡ് കരസ്ഥമാക്കിയ കല്യാണി ദാസിനെ ജീവിത പങ്കാളിയാക്കുന്നതിനാണ് അദ്ദേഹം നീക്കം നടത്തുന്നത്. ആനന്ദ് കൃഷ്ണന്റെയും കല്യാണിയുടെയും ഫോട്ടോ പതിച്ച കല്യാണ ലെറ്ററിലൂടെയാണ് സമൂഹ മാധ്യമങ്ങൾ ഈ വിവാഹ വാർത്ത ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി, നമ്മൾ TV ഓഫ് ചെയ്യുന്നത് കൊണ്ട് ഈ വാർത്ത ആരും അറിയാതിരിക്കുന്നില്ല. നാട് മുഴുവൻ പരന്നു കഴിഞ്ഞു. എന്താ ആന്റി ഇതൊക്കെ? ഞാനും കല്യാണിയും തമ്മിലുള്ള വിവാഹമല്ലേ നടക്കാൻ പോകുന്നേ? എന്നിട്ട് ആനന്ദ് ഭായിയുടെ ഫോട്ടോ അവിടെ എങ്ങനെ വന്നു? വായടക്കടാ. ഇവിടെ മനുഷ്യനാകെ തലപെരുത്തിരിക്കുമ്പോഴാ അവന്റെ ഓരോ ചോദ്യങ്ങള്. നീ ഇതൊക്കെ കണ്ടോണ്ടിരിക്കയല്ലേ?